നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയുടെ 4ാം ഭാഗം. ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം 72 വർഷക്കാലത്തെ ചരിത്രം പറയാനുണ്ട്. അതായത് 1952 മുതൽ മദ്രാസ് സംസ്ഥാനമായിരുന്ന കാലം മുതൽ നിലവിലുള്ള മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. ആ കോഴിക്കോട് മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് നമുക്ക് തുടങ്ങാം. വളരെ കൗതുകമുള്ളൊരു കാര്യം, 2 സിറ്റിംഗ് എം പിമാർ തമ്മിലുള്ള മത്സരമാണ്. തെറ്റിദ്ധരിക്കേണ്ട, ഒരാൾ ലോക്സഭയും ഒരാൾ രാജ്യസഭയും. അതെ അതെ. എം കെ രാഘവനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ 4ാമത്തെ അംഗമാണ്. അതെ, 4ാമത്തെ അംഗമാണ്. ഇളമരം കരീം ആണ് CPMന്റെ സ്ഥാനാർത്ഥി. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കോഴിക്കോട്ടുകാർക്ക്. അതെ, നിലവിൽ രാജ്യസഭ MP ആണ് അദ്ദേഹം. ഇനി BJP സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് നിർത്തിയിരിക്കുന്നത്, MT രമേശും കോഴിക്കോട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഒരു തട്ടകം കൂടിയാണ്. ഇതാണ് നിലവിലുള്ള സ്ഥാനാർത്ഥികൾ. അപ്പോൾ 2 MP-മാർ, LDFന്റെ UDFന്റെ നിലവിലെ 2 MP-മാർ തമ്മിൽ, ഒന്ന് ലോക്സഭാ MPയും മറ്റൊന്ന് രാജ്യസഭ. അതിൽ ഇളമരം കരീം ഇവിടെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. നേരത്തെ മത്സരിച്ചിട്ടുള്ള ആളല്ല. പിന്നെ MK രാഘവൻ തുടർച്ചയായ 4ാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലമാണ്. 72 വർഷക്കാലത്തെ നമ്മൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കൂടുതൽ തവണയും കോൺഗ്രസ് മുന്നണി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. കൂടുതൽ 30-ലധികം വർഷങ്ങളിൽ ജയിച്ചു. 3 തവണ ലീഗിന് CH മുഹമ്മദ് കോയ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാ സേട്ട്, ഇങ്ങനെ മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട്. പിന്നെ CPM പിന്തുണ, ഇടതുപക്ഷ പിന്തുണയുള്ള നേതാക്കളും ജയിച്ചിട്ടുണ്ട്. MV വീരേന്ദ്രകുമാർ 2 തവണ. പിന്നെ എങ്കിലും കൂടുതലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. എടുത്തു പറയേണ്ടത്, നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞ 3 ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് BJPക്ക് ശക്തമായൊരു സ്വാധീനമുണ്ട് ഇവിടെ. വോട്ട് കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. കാരണം ഓരോ വർഷം കയറി വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 2019 തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് 1,61,216 വോട്ട്, 15% വോട്ട് ലോക്സഭയിൽ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഒരു സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്നൊരു മണ്ഡലമാണ് കോഴിക്കോട്. നമുക്കിനി ഇതിനകത്ത് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളൊന്ന് പരിചയപ്പെടാം. നിയമസഭാ മണ്ഡലങ്ങൾ ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി. ഇതാണ് നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിന്റെ പ്രത്യേകത, ഈ കൊടുവള്ളിയിൽ മാത്രമാണ് UDFന്റെ MLA ഉള്ളത്. അത് ലീഗിന്റെ MLA ആണ്. അതെ, MK മുനീർ. ബാക്കി എല്ലായിടത്തും LDF ആണ്. അപ്പോൾ ലോക്സഭ മൊത്തത്തിൽ കോൺഗ്രസിന് അനുകൂലമാണ് നമ്മൾ പറയുമ്പോഴും ആ ഒരു ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും ഇപ്പൊ നിലവിൽ LDFന് അനുകൂലമാണ് എന്ന് കരുതി CPMന്റെ ഇടത് മുന്നണി. അതിപ്പോ അതിനകത്ത് INLന്റെ ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ ലീഗ്, ഇടത് സ്വതന്ത്രനുണ്ട്, NCP ഉണ്ട്. അതിലിപ്പോ ബാലുശ്ശേരിയിൽ KM സജിൻ ദേവ്, ഏറ്റവും പ്രായം കുറഞ്ഞ MLA അല്ലേ. മറ്റൊരു കൗതുകം കൂടെ ഉണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ ഭർത്താവ്. അതെ അതെ അതെ, അങ്ങനെ ഒരു കൗതുകം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് 1952 മുതൽ തുടങ്ങാം. 1952 തുടങ്ങുമ്പോൾ 1952 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് KA ദാമോദര മേനോൻ, അച്യുതൻ ദാമോദര മേനോൻ, കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് KA ദാമോദര മേനോൻ. അതൊരു സംശയം പഴയകാല കോൺഗ്രസ്സുകാർക്ക് തോന്നാം. പക്ഷേ KA ദാമോദര മേനോൻ അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് തന്നെയാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം മത്സരിച്ച പാർട്ടി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കാരണം ഇത് 1949 അത് ഇടക്കാല പാർലമെന്റാണ്. 47 ഇന്ത്യ സ്വതന്ത്രയാവുന്നു. പിന്നെ ഇടക്കാല പാർലമെന്റ് 50 ജനുവരി 26 വരെ ഇടക്കാല പാർലമെന്റ്. ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു റിബൽ ഗ്രൂപ്പായിട്ട് ആചാര്യ JB കൃപലാനിയും എല്ലാവരും കൂടെ ചേർന്നൊരു ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഉണ്ടാക്കി. അതില് പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതെ അതെ, ഈ KA പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത്. ആ KA ദാമോദര മേനോനാണ് അന്ന് ജയിച്ചത് 1952. അദ്ദേഹം തോൽപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഉമ്മർ കോയ പരപ്പിൽ. അദ്ദേഹത്തെ 27,454 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ KA ദാമോദര മേനോൻ ആദ്യമായിട്ട് കോഴിക്കോട് ലോക്സഭ അംഗമാവുന്നത്. അന്നത്തെ പോളിംഗ് ശതമാനമൊക്കെ നോക്കുമ്പോൾ അത് വലിയ വോട്ടാണ്. 44.3% വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉമ്മർ കോയ പരപ്പിൽ 32.6%. മറ്റൊരു രാമകൃഷ്ണ നായിക് എന്നൊരാൾ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം 23.1% പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് 1952 തുടങ്ങുന്നത്. 52 കഴിഞ്ഞ് പിന്നെ അടുത്ത ഇലക്ഷൻ, 52 കഴിഞ്ഞോടുകൂടി പിന്നെ 57 അടുത്ത ഇലക്ഷൻ വരുന്നത്. അവിടെ ജയിക്കുന്നത് KP കുട്ടിക്കൃഷ്ണൻ നായർ,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു നേരിട്ട് എതിർ മത്സരിച്ചത് മറ്റവരുടെ പിന്തുണയോടെ. അദ്ദേഹത്തിൻ്റെ പേര് സീതി സാഹിബ് എന്നാണ്. അവിടെയും പിന്നെ കൃഷ്ണൻ കല്ലാട്ട് എന്ന CPIയുടെ കാൻഡിഡേറ്റ് ഉണ്ട്. CPIക്ക് എന്ന കാൻഡിഡേറ്റ് ഉണ്ട്. അതെ, CPIയുടെ കാൻഡിഡേറ്റ് ഉണ്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, പിന്നെ KP കുട്ടിക്കൃഷ്ണൻ നായരുണ്ട്. ഇന്ത്യൻ നാഷണൽ അദ്ദേഹമാണ് വിജയിക്കുന്നത്. 13,942 വോട്ട്. ഈ KP കുട്ടിക്കൃഷ്ണൻ നായരും വളരെ സീനിയർ ആയിട്ടുള്ള അതെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഒരുപാട് നമുക്ക് ഇപ്പോഴത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ KP കുട്ടിക്കൃഷ്ണൻ നായരുടെ പേരും പ്രൊഫൈലും ഒക്കെ എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആണ്. അതെ അതെ, CPIക്ക് അവിടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു കൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എല്ലാ മുന്നണി മത്സരത്തിൽ പറയാൻ പറ്റില്ല കോഴിക്കോട്. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. അവിടെ 13,000 വോട്ടിനാണ് KP കുട്ടിക്കൃഷ്ണൻ നായർ ജയിക്കുന്നത്. 1962 ഏകദേശം എല്ലാവരും ഒറ്റയ്ക്കൊക്കെ മത്സരിക്കുക. അവിടെ മുഹമ്മദ് കോയ, CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, മഞ്ജുനാഥ റാവു CPIയുടെ സ്ഥാനാർത്ഥി, നേരത്തെ പറഞ്ഞ KP കുട്ടിക്കൃഷ്ണൻ നായർ INCയുടെ ഇന്ത്യൻ നാഷണൽ വീണ്ടും മത്സരിച്ചിരിക്കുന്നു. അതോടൊപ്പം ജനസംഘത്തിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, TN ഭരതൻ. ജനസംഘത്തിൽ ഇവരെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുക. അതായത് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ രൂപം എന്ന് പറയും. ഇവരെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗ് ജയിക്കുന്നു 1962. അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ മത്സരിച്ചു. അങ്ങനെ മത്സരിച്ചല്ലോ 62 വേറെ ഒന്ന് മത്സരിച്ചല്ലോ. അവിടെ പക്ഷേ ഭൂരിപക്ഷം 763 വോട്ടേ ഉള്ളൂ. CHന്റെ 763. അതായത് CH മുഹമ്മദ് കോയ പിടിക്കുന്നത് 1,04,277. CPIയുടെ കാൻഡിഡേറ്റ് പിടിക്കുന്നത് 1,03,514. അപ്പോൾ രണ്ടുപേരും വശം 33.1 33.4%. ചെറിയ വ്യത്യാസത്തിലാണ് CH മുഹമ്മദ് കോയ ജയിക്കുന്നത് 1962 മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ്. KP കുട്ടിക്കൃഷ്ണൻ നായർ INC അദ്ദേഹത്തിന് 28.6% വോട്ടേ കിട്ടുന്നുള്ളൂ. അങ്ങനെ 763 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് 62 മുസ്ലിം ലീഗ് കോഴിക്കോട് പിടിക്കാൻ. പിന്നീട് അങ്ങോട്ട് 2 തവണയും മുസ്ലിം ലീഗിനാണ്. 67 ഇപ്പം നമ്മൾ പറഞ്ഞ 62 കാര്യം, 67 വന്നിട്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുസ്ലിം ലീഗ് അപ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിലേക്ക് പിന്നെ സജീവമായി 67 ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജയിക്കുന്നു. 71 ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജയിക്കുന്നു മുസ്ലിം ലീഗിന്റെ. 67 വന്നിട്ട് അദ്ദേഹത്തിന് 81,873 ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം. 67 71 അദ്ദേഹത്തിന് 72,076 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. 2 തവണ മോശമില്ലാത്ത ഭൂരിപക്ഷമാണ്. 67 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ NKS നായർ ആണ് മത്സരിക്കുന്നത്. 71 വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പാലാട്ട് കുഞ്ഞിക്കോയുണ്ട്. SSPയുടെ കാൻഡിഡേറ്റ് MB വീരേന്ദ്രകുമാറുണ്ട്. SSP നമ്മളിന്ന് പറഞ്ഞു, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, അതിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിച്ചത് MB വീരേന്ദ്രകുമാറാണ്. അപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ട് 72,076 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാലാട്ട് കുഞ്ഞിക്കോയെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പം 62, 67, 71 3 തവണ മുസ്ലിം ലീഗായി. ഒരു തവണ CHും 2 തവണ ഇബ്രാഹിം സുലൈമാൻ സേട്ടും. 1977 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സീറ്റ് പിടിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സീറ്റ് പിടിക്കുന്നു. അപ്പോൾ VS സെയ്ദ് മുഹമ്മദാണ്. എതിരായിട്ട് മത്സരിക്കുന്നത് M കമലമാണ് അന്ന് മത്സരിക്കുന്നത്. അന്ന് VS സെയ്ദ് മുഹമ്മദിന് 13,704 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 13,704. നല്ല മത്സരമായിരുന്നു അത്. 2,31,063 വോട്ട് സെയ്ദ് മുഹമ്മദും M കമലും വന്നിട്ട് 2,17,000 സംതിങ് കൂടെ നിന്നു. 77 80 നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ രൂപപ്പെട്ടതും കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു ഭാഗം കൂടെ അതിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ സീറ്റ് മുസ്ലിം ലീഗിന് അല്ല കിട്ടിയത്, കോൺഗ്രസിനും അല്ല കിട്ടിയത്, CPMന് കിട്ടി. EK ഇമ്പിച്ചി ബാവ CPM. അതെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അന്ന് അരങ്ങൽ ശ്രീധരൻ അന്ന് മത്സരിക്കുന്നുണ്ട്. ആ അരങ്ങൽ ശ്രീധരന് 1,86,000, EK ഇമ്പിച്ചി ബാവയ്ക്ക് 2,26,000. അങ്ങനെ EK ഇമ്പിച്ചി ബാവ 40,695 വോട്ടുകൾക്ക് ജയിക്കുന്നു. നല്ല CPM അത് പിടിക്കുകയാണ്. 80 CPM പിടിക്കുന്നത്. 84 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് 84 KG അടിയോടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹം ആ സീറ്റ് തിരിച്ചു പിടിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചു. മൊയ്തീൻകുട്ടി ഹാജി LDF, അന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് അദ്ദേഹം എതിരെ മത്സരിച്ചു. പക്ഷേ 54,061 വോട്ടുകൾക്ക് 1984 KG അടിയോടി കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചെടുത്തു. അപ്പോൾ കൂടുതലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. 89 നമ്മുടെ സാക്ഷാൽ K മുരളീധരൻ മത്സരിക്കാൻ പറ്റും. 89 മുരളീധരന്റെ തട്ടകമാണ്. ആണ്. K മുരളീധരനെതിരെ മത്സരിച്ചത്
ഇ കെ എം ബിച്ചിബാവ. ഇ കെ എം ബിച്ചിബാവ 80-ൽ ജയിച്ച ആളാണ്. ഇ അന്നത്തെ കെ എം അതെ, അപ്പോഴത്തെ അല്ല, അപ്പോഴും തൊട്ടു മുമ്പ് അടിയോടിയുടെ കയ്യിലിരിക്കാൻ, അടിയോടി അതിന് മുമ്പ്. അപ്പോൾ ഈ കെ മുരളീധരന് എതിരെ ഇ കെ എം ബിച്ചിബാവ നല്ല മത്സരം കാഴ്ചവെച്ചു. 28,957 വോട്ടുകൾക്ക് കെ മുരളീധരൻ ഇ കെ എം ബിച്ചിബാവയെ പരാജയപ്പെടുത്തി. അതോടുകൂടി CPM-ന്റെ കയ്യിൽ നിന്ന് അത് ഏറെക്കുറെ നഷ്ടപ്പെട്ടു. പിന്നെ എം പി വീരേന്ദ്രകുമാർ വന്നിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ അതെ പിന്തുണയോടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് 89-ൽ BJP-യുടെ കാൻഡിഡേറ്റ് ഇവിടെ രംഗപ്രവേശം ചെയ്തു, PS ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ള അവിടെ മത്സരിച്ചു 89-ൽ. അന്ന് തന്നെ അദ്ദേഹം 49,696 വോട്ട് പിടിച്ചു, എന്ന് പറഞ്ഞാൽ 6.3%. അപ്പോൾ ഒരു 5.5-6% BJP കോഴിക്കോട് തുടങ്ങുന്നത്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 15% വന്ന് നിൽക്കുന്നു. വളർച്ചയാണ്. 1,60,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു. അങ്ങനെ 89-ൽ കെ മുരളീധരൻ വരുന്നു. 91-ലും കെ മുരളീധരൻ തന്നെയാണ്. അന്ന് അദ്ദേഹം തോൽപ്പിക്കുന്നത് എം പി വീരേന്ദ്രകുമാർ. ഇടയ്ക്ക് നേരത്തെ എം പി വീരേന്ദ്രൻ മത്സരിച്ചെന്നു. ഇവിടെ എം പി വീരേന്ദ്രകുമാറിന് അദ്ദേഹം 15,884 വോട്ടിനാണ് തോൽപ്പിക്കുന്നത് കെ മുരളീധരൻ്റെ വാസ്തവത്തിൽ രാഷ്ട്രീയം നല്ല രസമുള്ള നടക്കുന്നത്. പല മണ്ഡലങ്ങളിലും അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പലപ്പോഴും വിജയം സമ്മാനിച്ച ഒരാളാണ് കെ മുരളീധരൻ. അതെ, പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിന് നിർത്താൻ പറ്റിയ ഒരു രൂപത്തിലേക്കും വിജയം കൊയ്യാൻ പറ്റിയ ഒരു രൂപത്തിലേക്ക് അദ്ദേഹം ആണാണ്. ഇതിപ്പോൾ 91-ലെ കാര്യമുണ്ട്, എത്ര വർഷം മുമ്പാണെന്ന്. 91-ൽ കെ മുരളീധരൻ ജയിച്ചു, എം പി വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി 15,884 വോട്ടിന്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് 96-ൽ തെരഞ്ഞെടുപ്പിൽ എം പി വീരേന്ദ്രകുമാർ കെ മുരളീധരനെ പരാജയപ്പെടുത്തുന്നു. നേരെ തിരിഞ്ഞു. എം പി വീരേന്ദ്രകുമാർ കെ മുരളീധരനെ പരിചയപ്പെടുത്തുന്നു. അപ്പോഴും 38,703 വോട്ടുകൾക്കാണ് 1996-ൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി വീരേന്ദ്രകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കെ മുരളീധരനെ പരാജയപ്പെടുത്തുന്നത്. സാർ, ഈ എം പി വീരേന്ദ്രകുമാറിനുള്ള സോഷ്യലിസ്റ്റ് നേതാക്കന്മാർക്ക് വലിയ വേരോട്ടുള്ള മണ്ണാണ്. അതെ, ഇദ്ദേഹം എത്ര തവണ SSP ആയിട്ട് മത്സരിച്ചു, പിന്നെ ജനതാദളായിട്ട് മത്സരിച്ചു. അതുകൊണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. ഭൂരിപക്ഷം 38,000. പിന്നെ 1998 ഇലക്ഷൻ, 96, 98, 99-ലാണ് അവിടെ ജയിക്കുന്നത്. ആരെന്നറിയോ? അഡ്വക്കേറ്റ് പി ശങ്കരൻ. അദ്ദേഹത്തിന് അധികം നാൾ എം പി ആയിട്ടിരിക്കാൻ കഴിഞ്ഞില്ല, പറ്റില്ല. വീണ്ടും ഇലക്ഷൻ വന്നു, അദ്ദേഹം അവിടെ ജയിക്കുന്നു. അവിടെ അദ്ദേഹം തോൽപ്പിക്കുന്ന എം പി വീരേന്ദ്രകുമാറിനെയാണ്. അതാണ് രസം. അപ്പോൾ അഡ്വക്കേറ്റ് പി ശങ്കരൻ, അന്ന് ശങ്കരൻ അങ്ങ് അത്ര അറിയപ്പെടുന്ന നേതാവൊന്നും അല്ല, പക്ഷേ കരുണാകരൻ്റെ കൂടെ ഉള്ള ഒരാളാണ്, ആ നിലയ്ക്ക് അറിയപ്പെടും. എം പി വീരേന്ദ്രകുമാറിന് അദ്ദേഹം 18,687 വോട്ടുകൾക്കാണ് തോൽപ്പിക്കുന്നത്. അവിടെ അപ്പോഴും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ട് 98-ൽ. അദ്ദേഹം അന്ന് 83,000 വോട്ട് പിടിക്കുന്നു. ഗ്രാഫ് കൂടി 88,000 വോട്ട് പോയി ശങ്കരൻ വിജയിക്കുന്നു. 98-ൽ കോഴിക്കോട് ശങ്കരൻ വിജയിക്കുന്നു. 99-ൽ വീണ്ടും സാക്ഷാൽ കെ മുരളീധരൻ വരികയാണ്, അദ്ദേഹം ജയിക്കുന്നു. 99-ൽ അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം തോൽപ്പിക്കുന്നത് CM ഇബ്രാഹിം, ജനതാദൾ CM ഇബ്രാഹിമിനെ. അന്ന് PC മോഹനാണ് BJP-യുടെ കാൻഡിഡേറ്റ്, 83,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ കെ മുരളീധരൻ 99-ൽ MP ആവും. 99 കഴിഞ്ഞ് 2004-ൽ അവിടെ മുരളീധരനല്ല മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി അന്ന് മത്സരിച്ചത് അഡ്വക്കേറ്റ് B ബാലറാമാണ്. ബാലറാം തോറ്റുപോയി. ബാലറാം തോറ്റത് എം പി വീരേന്ദ്രകുമാറിന്റെ കൈക്ക് തോറ്റുപോയി. എം പി വീരേന്ദ്രകുമാർ ജനതാദൾ അന്ന് ജയിച്ചു 65,326 വോട്ടിന്. ഈ എം പി വീരേന്ദ്രകുമാറിന്റെ ജയങ്ങളെല്ലാം നോക്കുമ്പോൾ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിക്ക് LDF-ലുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതും കൂടിയാണ്, അല്ലേ? കാരണം ജനതാദളിന് ചോദിച്ച സീറ്റ് കൃത്യമായിട്ട് കോഴിക്കോട് കൊടുക്കാൻ അത് എം പി വീരേന്ദ്രകുമാർ ഉള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആ സീറ്റ് അദ്ദേഹത്തിന് വന്നത്. എം പി വീരേന്ദ്രകുമാർ കോഴിക്കോടാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എല്ലാം കോഴിക്കോടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ജനതാദളിന് ആ ഒരു സീറ്റ് LDF കൊടുക്കുന്നത്. പക്ഷെ അത് അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു, വിശ്വാസ്യത കാത്തു പിന്നെ അത് ചെയ്തു. ഇപ്പം 2004-ൽ ബാലറാമിനെ തോൽപ്പിച്ചു, എം പി വീരേന്ദ്രകുമാർ വീണ്ടും MP ആവുന്നു. അന്ന് MT രമേശാണ് BJP-യുടെ കാൻഡിഡേറ്റ്. അദ്ദേഹം 97,883 വോട്ട് പിടിച്ചു. നിലവിലത്തെ സ്ഥാനാർത്ഥി അന്ന് 97,000 വോട്ട് പിടിച്ചു. അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ BJP തള്ളിക്കളയാൻ പറ്റില്ല. BJP വളർന്നുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. 2009-ലേക്ക് വരാം. 2009-ലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ MK രാഘവൻ രംഗപ്രവേശം ചെയ്യാം. അതൊരു വല്ലാത്ത രംഗപ്രവേശനമാണെന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് ചോദിച്ചിരുന്നു, കണ്ണൂർ സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കോഴിക്കോട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം കോഴിക്കോടത്തെ അന്നത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും അത്ര കൊണ്ട് സുഖിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ക്യാമ്പയിനിങ്ങിലെല്ലാം വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പലരും
ഒന്ന് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തു. കാരണം ഇദ്ദേഹം തോക്കൂന്ന് ഏതാണ്ട് ഉറപ്പിച്ചതുപോലെ എതിരെ മുഹമ്മദ് റിയാസ് ആണ്, പി എ മുഹമ്മദ് റിയാസ് ആണ് അന്നത്തെ യൂത്ത് നേതാവാണ്, വളരെ ചെറുപ്പക്കാരനാണ്, കോഴിക്കോട്ടുകാരനാണ്. അതെ, പക്ഷെ എല്ലാം മാറി. പക്ഷെ ചെറിയ ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷം 838 വോട്ടേ ഉള്ളൂ എം കെ രാഘവന്റെ ഭൂരിപക്ഷം മുഹമ്മദ് റിയാസിനെതിരെ 2009. അവിടെ BJP കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് വി മുരളീധരനാണ്, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ആറ്റിങ്ങലത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹമാണ് അവിടെ വരുന്നത്. അദ്ദേഹം 89,718. അപ്പം നേരത്തെ MD രമേശിനേക്കാൾ വോട്ട് കുറഞ്ഞു. മനസ്സിലാക്കണം. അദ്ദേഹത്തിന് 97,000 ഉണ്ടായിരുന്നു, വി മുരളീധരന് 89,000 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അഡ്വക്കേറ്റ് എം കെ രാഘവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 838 വോട്ടുകൾക്ക് CPM-ലെ അന്നത്തെ ശക്തനായ യുവ നേതാവ് ഇപ്പോഴത്തെ മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുന്നത് 838 വോട്ടിൽ. അതൊക്കെ ഒരു വലിയ സസ്പെൻസ് അല്ലേ? 838 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ല. 2014 എം കെ രാഘവൻ തന്നെയാണ് ജയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 2019 എം കെ രാഘവൻ തന്നെ ജയിച്ചു. 2014 എം കെ രാഘവൻ തോൽപ്പിക്കുന്നത് A വിജയരാഘവനെയാണ്, ഇപ്പോഴത്തെ പാലക്കാടത്തെ സ്ഥാനാർത്ഥി A വിജയരാഘവനെ തോൽപ്പിക്കുന്നു. അന്ന് BJP കാൻഡിഡേറ്റ് CK പത്മനാഭനാണ്. അദ്ദേഹം 1,15,760 വോട്ട് പിടിച്ചു, കയറി വരികയാണ്. വിജയരാഘവനെക്കാളും എം കെ രാഘവന്റെ ഭൂരിപക്ഷം 16,883. നേരത്തെ 800 അതെ. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട രാഘവേട്ടനായി അങ്ങ് മാറിക്കഴിഞ്ഞു. 16,883 വോട്ട് 2014 A വിജയരാഘവനേക്കാൾ എം കെ രാഘവന്. അടുത്ത തെരഞ്ഞെടുപ്പ് 2014, 5, 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എം കെ രാഘവൻ തന്നെ മത്സരിക്കുന്നു. അവിടെ വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് CPM ഇറക്കുന്നത്, A പ്രദീപ് കുമാർ, അന്നത്തെ MLA ആണ്. അദ്ദേഹത്തെ ഇറക്കുന്നു. നല്ല മത്സരം നടക്കുന്നു. അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് BJPയുടെ കാൻഡിഡേറ്റ്. പക്ഷേ എന്നിരുന്നാലും 85,225 വോട്ടിന് എം കെ രാഘവൻ. അപ്പോൾ എം കെ രാഘവൻ്റെ അവിടുത്തെ വോട്ട് നല്ല പോസിറ്റീവായ ഒരു ഗ്രാഫാണ് വരുന്നത്. കാരണം നമ്മളെനിക്കൊന്ന് ഇതുവരെ നമ്മൾ കണ്ട മൊത്തം നോക്കിയ ചരിത്രമൊക്കെ നോക്കുമ്പോൾ സിറ്റിംഗ് MPക്ക് ഇത്രയധികം ഭൂരിപക്ഷം കൂട്ടാൻ പറ്റുന്നത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. കാരണം മിക്കവാറും പേർക്കും അടുത്ത 2ാമത്തെയോ അല്ലെങ്കിൽ 3ാമത്തെയോ ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒക്കെ നമ്മൾ നോക്കി. പക്ഷേ എം കെ രാഘവൻ നേരെ തിരിച്ചാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചതും കോഴിക്കോടിന്റെ തൊട്ടടുത്താണ്, സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ജനകീയനാണെന്നുള്ള കാര്യത്തിൽ പക്ഷേ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കൂടുതലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുള്ളതാണ്. BJPക്ക് ക്രമാനുഗതമായ ഒരു വളർച്ച ഉള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു 1,61,216 വോട്ടിൻ്റെ എണ്ണത്തെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 15% വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. ഇനി കോഴിക്കോട് വോട്ടർമാരോട് നമ്മൾ ചോദിക്കുന്നു, ആരാകും നിങ്ങളുടെ MP? 2024 ഇപ്പോൾ 2024 മത്സരിക്കുന്നവരെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി. നിങ്ങൾക്കറിയാം ആരാകും നിങ്ങളുടെ MP എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ നമ്മൾ 72 വർഷക്കാലത്തെയും തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമ്മൾ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും നമ്മൾ പരാമർശിച്ചില്ല, വളരെ നീണ്ടുപോകും. വളരെ ചുരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പഴയകാല ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ത് തോന്നുന്നു, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കോഴിക്കോടിന്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും അതിന്റെ ഒരു? അല്ല, അത് ഞാൻ വ്യംഗ്യമായി ഇതിൽ പറഞ്ഞായിരുന്നു. ഏറെക്കുറെ പ്രത്യക്ഷത്തിൽ അങ്ങനെ എടുത്തടിച്ചതുപോലെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണ്. അല്ല, ഇപ്പം നമ്മളൊരു രാഷ്ട്രീയം അങ്ങനെ പറയോ ഒരു പാർട്ടിക്കൊണ്ട് ഈ ചരിത്രം നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നവരും കൂടി പഠിക്കുന്നവർ ഈ ഒരു ചരിത്രം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് അനുകൂല നല്ല വേറൊറപ്പുണ്ട്. അല്ല, ഉണ്ട്. അങ്ങനെ ഒരു വിജയം വന്നിട്ടുണ്ട്. അട്ടിമറികളും നടന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പം ഈ KMPC ബാബു ജയിച്ചിട്ടുണ്ട്, MP വിജയേന്ദ്രകുമാർ ജയിച്ചിട്ടുണ്ട്. അതുപോലെ BJPക്കും കൃത്യമായ ഒരു ഗ്രാഫ്. BJPക്ക് ഒരു വിജയസാധ്യത ഒന്നും അവിടെ കണക്കൂട്ടാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു സാന്നിധ്യം കൃത്യമായിട്ട് അവർക്ക് അറിയിക്കാൻ കോഴിക്കോട് പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ MD രമേശ് ഉൾപ്പെടെ മത്സരിക്കുന്നതൊക്കെ. അതെ. അങ്ങനെയുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് അവരതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് എന്തായാലും ആരാകും നിങ്ങളുടെ MP എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുകയാണ്. കോഴിക്കോട്ടുകാർക്ക് വിട്ടുകൊടുക്കാം അല്ലേ? കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ വിനയപുരസ്സരം ചോദിക്കുന്നു, ആരാകും നിങ്ങളുടെ MP? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് തൊട്ട് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അല്ലേ? എന്തായാലും അങ്ങനെ കമൻ്റായിട്ട് രേഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടി ചോദിക്കുന്നു, പരിപാടിയുടെ ടൈറ്റിൽ അതാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്, ആരാകും നിങ്ങളുടെ MP?